സ്ഥിരം വരുന്ന കസ്റ്റമർ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ബാർഗെയിൻ ചെയ്യാൻ കുറവാണ്. പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യും. നമ്മളെ മൈൻഡിനാണ്, അതായത് നമ്മൾ 10 എന്ന് പറയുമ്പോഴേ നമുക്ക് അതിനുള്ള ശ്രമം ഉണ്ടാവും. 20 എന്ന് പറയുമ്പോൾ അതിന്റെ ശ്രമങ്ങൾ നടക്കും. നമ്മളിപ്പോ ഒരു വ്യക്തികൾക്ക് നമ്മൾ പറയണം, ഏതായാലും ഇപ്പൊ അവിടെ പിന്നെ നമുക്കൊരു 8-10 ആൾക്കാർ വന്നാലും ഒരു 5-8 ആൾക്കാർ എന്തായാലും ബാർഗെയിനിങ് ആണ്. എന്തായാലും പിന്നെ ഒരു നോർമലി അത് മാക്സിമം ക്ലോസ് ചെയ്യട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന റിസൾട്ടും നിങ്ങൾ 10 ആളെയും ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ കിട്ടുന്ന റിസൾട്ടും വേണ്ട. അതിനാണ് ഈ ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഇപ്പം വില കുറച്ച് മാർക്കറ്റിലെ എല്ലാ പ്രൈസും നോക്കി വില കുറച്ച് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മാൻ പവറോട് ആവശ്യമില്ല. ഇപ്പോ ബാങ്കിൽ ഇപ്പൊ UAE ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മാൻ പവർ കുറവാണ്, അതൊക്കെ മെഷീനുകളാണ്. വില കുറഞ്ഞൊരു ഏറ്റവും കുറവിൽ അവിടെ കിട്ടാനുണ്ട് എന്നുള്ളൊരു പരസ്യം കൊടുത്തിട്ട് അവിടെ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫെസിലിറ്റികളും കിട്ടും. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഓണായി വരുന്ന സമയത്ത് പലരും എഴുതും അസ്സലാമു അലൈക്കും എന്ന് എഴുതും, അല്ലെങ്കിൽ വെൽക്കം എന്ന് എഴുതും. ഇങ്ങനെ എഴുതാൻ വരെ സാമ്പത്തികം മേടിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് അതൊക്കെ ആർക്ക് നോളജാണ്? കസ്റ്റമേഴ്സിന് നോളജ് കൂടുതലാണ്. അപ്പോൾ പ്രൈസ് കുറവിൻ്റെ ഒരു സിസ്റ്റമാണ് എന്നെങ്കിൽ ഒരിക്കലും ഒരു മാൻ പവർ അവിടെ ആവശ്യമില്ല. ഒരു മെഷീൻ വെച്ചാൽ മതി, അതിൻ്റെ കറണ്ട് ബില്ല് മറ്റു കാര്യങ്ങളാണ് അവിടെ വേണ്ടുള്ളൂ. പിന്നെ ഒരു 5-6 മെഷീൻ വെച്ചിട്ട് ഒരാളെ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം വെച്ചാൽ മതി. കാരണം റേറ്റ് അവിടെ കുറവാണ്, അവരെന്നെ എടുത്തോളും. എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം കൊടുത്താൽ മതി. അതേ സ്ഥാനത്ത് നമുക്ക് വരുന്ന ആളുകളെ നമ്മളെ കസ്റ്റമറായി, നമ്മൾ അവരെ പർച്ചേസ് ചെയ്ത് വിൽക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമറായി ഈ കസ്റ്റമറുകൾ 10 ആൾ വന്നാലും 10 ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ 6, 7, 8 ഒക്കെ നടക്കും. ഇപ്പോ പിന്നെ പണ്ട് കാലങ്ങളിൽ നല്ല സ്കൂളുകളിൽ ഇനിയിപ്പോ ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ടീച്ചർമാർക്കൊക്കെ നല്ല സാലറി ഉണ്ടായിരുന്നു അല്ലെ. അന്ന് നമ്മളെ സ്കൂളിൽ ബെഞ്ച് പൊട്ടിയാൽ അവിടെ പൊട്ടിക്കിടന്നോട്ടെ, കുട്ടികൾ കുറഞ്ഞോട്ടെ, ഈ മൈൻഡ് ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് സാലറി എല്ലാവർക്കും എന്താണ് അത്യാവശ്യം സാലറി ഉണ്ടായിരുന്നു ടീച്ചർ. പിന്നെ അവിടെ ഒരു സിസ്റ്റോ കാര്യങ്ങളും കൊണ്ടുവന്നു. കാരണം കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജോലി വരെ ഗവൺമെന്റ് ടീച്ചേഴ്സ് ജോലി വരെ പോകാ എന്നുള്ള സിസ്റ്റം വരെ വന്നു അല്ലേ. അങ്ങനെ വന്നപ്പോൾ ഇന്നൊരു കുട്ടി ലീവായി കഴിഞ്ഞാൽ എന്താണ് നീ മോൻ വരാഞ്ഞത് എന്ന് പാരന്റ്സിനോട് വിളിച്ചു ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അന്ന് അവർക്ക് അതിനുള്ള സാലറി കുറവായിരുന്നു. അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ തോന്നുന്നു പൊറാട്ടയ്ക്ക് 2 രൂപ, അരിക്ക് 6 രൂപ 8 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് നല്ല സാലറിയിൽ ഉണ്ടായിരുന്നു അവരുടെ ഗവൺമെന്റ് ജോലി സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒരു എഫക്റ്റും കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് 10 ആള് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഒരു 9 ആളിലേക്കും 8 ആളിലേക്കും അവർ ശ്രമിക്കുള്ളൂ. മറ്റേത് നമ്മൾ എന്ത് ചെയ്യും, നല്ല സാലറി ഒക്കെ കൊടുത്ത് നമ്മളവർ പറയാം എന്തായാലും ഒരു 10 ആള് വരുന്നുണ്ട്, ഒരു 5-8 ആൾക്കാർ എന്തായാലും നമ്മളോട് ബാർഗനിങ് ഉണ്ടാവും എന്നുള്ള സിമ്പിൾ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന 2 ആളെ കിട്ടുള്ളൂ. 10 ആളെന്ന് പറയാം, 10 ആളിലേക്ക് എഫക്റ്റ് കൊടുത്താൽ നമുക്ക് 8 ആളെ കിട്ടും. രണ്ടും നല്ല വ്യത്യാസം. അതാണ് സിസ്റ്റം. ആ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ, അപ്പോഴേ ഇത് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഈ പറഞ്ഞ നമ്മൾ അവരെ വാങ്ങുന്ന സിസ്റ്റം പറഞ്ഞില്ലേ, ആ മെത്തേഡുകൾ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ. ഞാൻ ചോദിക്കുന്നത് ബാർഗെയിനിങ്, കസ്റ്റമറോട് ബാർഗെയിൻ. നമ്മുടെ ഷോപ്പിൽ ബാർഗെയിനിങ് ഉണ്ടോ? കസ്റ്റമർ ബാർഗെയിൻ ചെയ്യും. അപ്പം നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്നവർക്ക് പ്രൈസ് കുറച്ച് കൊടുക്കൂലേ? കൊടുക്കുമോ? ഇപ്പോ അങ്ങനെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ പ്രൈസ് എന്ന് പറയാൻ പറ്റും. അതെ, പറയാൻ പറ്റും. ഞങ്ങൾക്കൊരു പ്രൈസ് ലിസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾക്ക് വിൽക്കാവുന്നതിൽ ഏറ്റവും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പർച്ചേസിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടും നമ്മളെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബാർഗെയിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ അവർക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രൈസ് നല്ലൊരു പ്രൈസ് ആയിരിക്കും എന്നുള്ളത് ഞങ്ങളെ സ്ഥിരം വരുന്ന കസ്റ്റമർ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ബാർഗെയിൻ ചെയ്യാൻ കുറവാണ്. ഞാൻ ചോദിക്കുന്നത്, പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യും, ചോദിച്ച കാര്യത്തിലേക്ക് തന്നെ വരുന്നത്. ശരി. അപ്പോൾ അവർ ബാർഗെയിൻ ചെയ്താൽ ഞങ്ങൾക്ക് കുറക്കാൻ കഴിയാറില്ല. വൈ? ഞങ്ങളെ പ്രൈസ് ലിസ്റ്റിലെ ലാസ്റ്റ് പ്രൈസ് ആയിരിക്കും അവർ ആദ്യം നമ്മളെ സെയിൽസ്മാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ബാർഗെയിനിങ് ഇല്ല എന്ന് പറയുന്നത് ഞങ്ങളെ കാര്യമാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഷോപ്പില് അതെ ബാർഗെയിനിങ് ഉണ്ടോ? അവർ ബാർഗെയിനിങ് ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കാൻ കഴിയാറില്ല. അതായത് ഞങ്ങൾ അത് ക്ലോസ് ചെയ്യേണ്ടി വരും. പ്രൈസ് തന്നെ ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും കുറച്ച് കൊടുക്കാൻ പറ്റാത്ത മീൻസ് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ സമ്മതിക്കാറില്ല.
കസ്റ്റമറെ സമ്മതിക്കാറില്ല. അങ്ങനെയുമല്ല, സമ്മതിക്കാൻ ഓല സ്വാതന്ത്ര്യത്തെ തടഞ്ഞിട്ടല്ല, അല്ല സമ്മതിക്കാറില്ല. ഞങ്ങൾ എല്ലാവർക്കും നല്ല പ്രൈസ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്ട്രാറ്റജി ആയതുകൊണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രൈസ് ഏറ്റവും കുറവായതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലേ? അതെ. ഇതെല്ലാവർക്കും സ്റ്റാൻഡേർഡ് റേറ്റ് ആണോ? എല്ലാവർക്കും സ്റ്റാൻഡേർഡ്, എല്ലാവരും ഒരു റേറ്റ് ആണ്. അത് നമ്മൾ കൃത്യമായ പ്രൈസ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രൈസ് അറിയാം. ആ പ്രൈസ് ആണ് പൊതുവെ നമ്മളെല്ലാവരും മലയാളീസ് ആയതുകൊണ്ടും നമ്മളെ രീതികൾ അങ്ങനെയാണ്. അതായത് ഈ ബാർഗൈനിങ് ചെയ്യാതെ നേരിട്ട് പ്രൈസ് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഇവരൊന്നും അതൊന്നും മാറി വരില്ല. അപ്പൊ അവരൊറ്റടിക്ക് പ്രൈസ് പറയുന്നു. പിന്നെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്യും, അവര് ഇവിടെ ഉള്ള ആളുകൾ നമ്മളോട് ബാർഗൈൻ ചെയ്യാൻ ശ്രമിക്കും. കുറെ ബാർഗൈൻ, അത് കാരണം കസ്റ്റമേഴ്സ് മിസ്സാവാറുണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് പോയിട്ട് ഇതിനേക്കാൾ വലിയ വിലക്ക് വാങ്ങിയിട്ട് നീ എനിക്ക് കുറച്ച് തന്നില്ലല്ലോ. എന്റെ അടുത്ത് ഉണ്ടായിരുന്ന സംഭവം, നീ എനിക്ക് കുറച്ച് തന്നില്ല. അപ്പൊ എത്രക്കാ നിങ്ങൾ വാങ്ങിയത്? ഞാൻ വാങ്ങിയത് 1000-നാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എത്ര? 900 അല്ലേ? അല്ല, ഓനോട് പറഞ്ഞത് 1200 ഓ 200 രൂപ കുറച്ച് തന്നു, നീ 1 രൂപ കുറച്ച് തന്നില്ല എന്ന് പറഞ്ഞത് അനുഭവമാണ്. അതായത് 100 രൂപ അതിനേക്കാൾ താഴെയാണ്. പക്ഷെ ഞാൻ 900 കുറച്ചില്ല എന്നായിരുന്നു എന്റെ കേസ്. അല്ല, അതാണ് പറഞ്ഞു വരുന്നത്, നമ്മുടെ നിലപാടുകളാണത്. അതെ, നമ്മൾ എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കസ്റ്റമേഴ്സിന് എല്ലാവരെയും ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കസ്റ്റമർ നമ്മളോട് ബാർഗൈൻ ചെയ്യാൻ വരുമ്പോൾ പല റീസൺസ് ഉണ്ട്. അതെ. ഒന്ന്, ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, എനിക്ക് ഈ തരുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പൈസക്കിൻ്റെ അത്രയും വാല്യൂ ഇല്ല. അതെ. അപ്പോൾ പ്രൈസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം. അപ്പോൾ കുറയ്ക്കാൻ ശ്രമിക്കും. അതെ. രണ്ടാമത്തത്, കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം ആ പ്രൊഡക്റ്റിനുണ്ട്, പക്ഷേ ഇതിനേക്കാളും കുറച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വേറെ ആൾക്കാർ കിട്ടുന്നുണ്ട് എന്നുള്ള തോന്നൽ. അതെ. കിട്ടാൻ ചാൻസ് ഉണ്ടോ, കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നല്. അതെ. ഓക്കെ. മൂന്നാമത്തത്, നമ്മളുടെ ഒരു അപ്രോച്ച് ഉണ്ട്. എന്ത് ചോദിച്ചാലും അടുത്തത് ഇത് ലാസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അതിനൊരു 1 രൂപയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവര് എന്ന് പറയും. അതെ. അതാണ് മിക്ക പ്രൈസിങ് സ്ട്രാറ്റജിന്റെയും സൈക്കോളജി എന്ന് പറയുന്നത്. ഫ്രിഡ്ജിന്റെ ഒപ്പം സ്പൂണോ ഗ്ലാസോ ഒക്കെ സമ്മാനം കൊടുക്കുന്നു. കാരണം എന്താണ്, എനിക്ക് എന്താ കിട്ടണം. അതെ, ആ സ്പോട്ടിൽ അവർക്ക് അത് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള പല റീസൺസ് ഈ ഒരു ബാർഗൈനിങ് നേച്ചറിലുണ്ട്. ഇവർക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായിട്ട് ആയിക്കൊള്ളണമെന്നില്ല, പ്രൈസ് മനസ്സിലാക്കിയിട്ടും ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് ആ ഒരു കെയർ പോലെയാണ്. ഒരു പ്രൈസ് 10 രൂപ കുറച്ച് വരുമ്പോൾ അവിടെ കിട്ടുന്നൊരു കെയർ. അതെ. അത് നാട്ടില് ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. കോഴി വാങ്ങുന്ന സമയത്ത് 105 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 102 രൂപയാണെങ്കിൽ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കൊടുക്കുമ്പോൾ 500 കൊടുക്കും. 500 കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപ ലാഭിക്കാമല്ലോ. ചില ഷോപ്പ് കീപ്പേഴ്സ് ആ 2 രൂപ എടുത്തിട്ട് ബാക്കിയുള്ളത് തരും. പിന്നെ അവിടോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇതാണ് സൈക്കോളജി. അതായത് ഇത് നമ്മൾ ഈ യാഥാർത്ഥ്യം അറിയാതെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ വലിയ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമല്ല. ഇവരുടെ മുമ്പിൽ ആണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അവിടെ 2 രൂപ നമ്മൾ കൊടുത്താൽ ചിലപ്പോ പിന്നെയും പോകുന്ന സാധനം വാങ്ങും, അതിനേക്കാൾ വലിയ ബിസിനസ് വേറെ കിട്ടും. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഈ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമർ സൈക്കോളജിയാണ്. അതെ. നമ്മളുടെ ഈ ചെറുകിട ബിസിനസ്സുകാർക്ക് ഇവിടെ ഞാനത് ഇത് നമുക്ക് അനുഭവമാണ്. ഞാൻ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഇപ്പൊ 1000 രൂപയുടെ വാങ്ങിയിട്ട് ഒരു സ്റ്റിക്കർ 5 രൂപയുടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോലും വാങ്ങിയേ പറ്റൂ എന്റെ സിസ്റ്റത്തിൽ. കാരണം ആ സ്റ്റിക്കർ അങ്ങനെ ഫ്രീ കൊടുക്കാൻ കഴിയില്ല. കാരണം 1000 രൂപയുടെ ഫോണിൽ അത്രേ പ്രോഫിറ്റ് ഉണ്ടാവാറുള്ളൂ. അതിനാണ് എൻ്റെ ഷോപ്പിലൊക്കെ ബാർഗെയിനും ചില ഭയങ്കരമായ സംസാരമൊക്കെ ഉണ്ടാവുക. ഞാൻ എൻ്റെ നാട്ടിലേക്ക് നമ്മളെ ഷോപ്പിൽ നിന്നുണ്ടാവുന്ന വീഡിയോസ് അവരാണ് അവരെ മോണിറ്റർ ചെയ്യുന്നത്. നാട്ടിലായിരുന്നു മോണിറ്റർ ചെയ്യുന്നത്. വീഡിയോസ് മോണിറ്റർ ചെയ്യും. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് ഒക്കെ എനിക്ക് ചെറുതായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടുതരും. അവിടെ എന്തൊക്കെയോ ഭയങ്കര ബഹളം നടക്കുന്നുണ്ടെന്നാണ് അവർ വിചാരിക്കുക. അവർക്ക് മനസ്സിലാവില്ല അറബിയിലും മറ്റു ഭാഷയിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഷോപ്പിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം 5 രൂപ പോലും ഇവർക്ക് കുറച്ച് കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ മണിക്കൂറുകളോളം ചിലപ്പോൾ സംസാരങ്ങളൊക്കെ നീണ്ടുപോയതൊക്കെ ഞാൻ ചില സമയങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിയാ, നിങ്ങൾ ഈ കസ്റ്റമർ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ മോനെ ഒരു 5 രൂപയുടെ ഒരു സ്റ്റിക്കർ എനിക്ക് കുറച്ച് തന്നില്ലല്ലോ എന്ന് തോന്നി ഇറങ്ങുന്നുണ്ടാവാം.
പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല. അത്ര പോലും അതിന് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നിർബന്ധിച്ച് വാങ്ങുന്നത്. ഇതിലൊരു സ്ട്രാറ്റജി വേണം എന്ന് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. വേണം. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പല കസ്റ്റമേഴ്സും എന്താണ് നിങ്ങൾ ഒരു സ്റ്റിക്കർ പോലും തരാത്ത എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറയും, ഇത്രയേ ഉള്ളൂ ഇതിൽ. എന്തുകൊണ്ട് ഞാൻ സ്റ്റിക്കറിന് വേണ്ടി നിങ്ങളോട് ഇതിൻ്റെ ക്യാഷിന് വാദിക്കുന്നു മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം എനിക്ക് കിട്ടുന്നത് വളരെ ചെറിയ പ്രോഫിറ്റാണ്. ഞങ്ങൾ ബൾക്ക് സെയിലിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. എന്താണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സൈക്കോളജിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ കസ്റ്റമേഴ്സും എല്ലായിടത്തും ചെന്ന് ചോദിച്ചിട്ടായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഷോപ്പായിരിക്കും, അവർക്ക് വേറെ എവിടെയും കയറണ്ട. അവിടെ കയറുമ്പോൾ അവരൊരു 2 രൂപ കുറച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്നില്ല നിങ്ങൾ ഏറ്റവും ലോ കോസ്റ്റിലാണ്. കാരണം വേറെ എവിടെയും കയറിയിട്ടില്ല. അവിടേക്കാണ് ഈ പ്രശ്നം വരുന്നത്. വേറെ എവിടെയും കയറാത്തത് കൊണ്ട് തന്നെ അവർക്ക് അറിയുന്നില്ല ഇത് ഏറ്റവും ലോ പ്രൈസ് ആണെന്നുള്ളത്. അതെ, നിങ്ങൾ ഇത് പബ്ലിക്കിലോട്ട് തുറന്ന് പറയാത്തോടത്തോളം ആരും മനസ്സിലാക്കാനും പോകുന്നില്ല. അതിലുണ്ട് ഉത്തരം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഇവരോട് പറയാറുണ്ട്, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതൊക്കെ ഒരു ഭയങ്കര സംസാരമായിട്ട് അത് കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിലോട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആവാം. ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയാം, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മളാണ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത്, ലീഗലായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് നമ്മളാണ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്കത് പറയാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചില കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ എടുക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ 5 എടുത്തത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാറ്റിലും മാക്സിമം കുറച്ചിട്ടുണ്ട്. കാരണം ഈ 5 രൂപ എടുത്തില്ലെങ്കിൽ എനിക്കൊരു പക്ഷേ നഷ്ടം വരും, അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അത് പറയാൻ നമുക്ക് അവരെ പഠിപ്പിക്കാം. അതെ, അത് നമ്മൾ അത് അറിഞ്ഞു വരുന്ന കസ്റ്റമറും അറിയാതെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഇത് സംസാരം ട്രിഗർ ചെയ്തോ കുറച്ചിട്ടില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരും. ട്രിഗർ ചെയ്യരുത്. അതാണ് ചോദിച്ചത് കൊണ്ട്, ചോദിച്ചു എന്നുള്ള ഫാക്ടർ കൊണ്ട് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതല്ല. അവിടെ വേറെ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇവരിങ്ങനെ എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പൊ അവിടെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ. ഇങ്ങനെയും ബിസിനസ് ചെയ്യാം. നല്ല സ്ട്രാറ്റജിയാണ്. നമ്മൾ ഏറ്റവും ലോ കോസ്റ്റിൽ ഇതെല്ലാം കുറച്ചുകൊണ്ട്. പക്ഷേ അവിടെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അല്ലാതെയും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പർച്ചേസിങ് പവർ കൂട്ടുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നിലപാടുകൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. നമ്മൾ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു ലൈവ് സെയിൽ. ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ നെഗോസിയേഷൻ അല്ലെങ്കിൽ ബാർഗെയിനിങ്, ഇതൊക്കെ ഒരു വൺ വേ ആണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. ഞാൻ എൻ്റെ ഐഡിയാസ് അങ്ങ് പറയും, അതിനെ ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അതിന് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു പക്ഷേ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ പറഞ്ഞത് ആയിരിക്കും അവരുടെ അഭിപ്രായമെങ്കിൽ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അതിന് തിരിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ആയിട്ട് ഒന്നും കൂടെ നമുക്കൊരു എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു ചർച്ചയിലൂടെയാണ് നമുക്ക് അതും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മൈൻഡ് എന്നാലും ഫുള്ളായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രത്യേകിച്ച് തന്നെ ഈ ഒരു ബാർഗെയിൻ നല്ല അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. നല്ല അഭിപ്രായ വിഷയം. ബാർഗെയിൻ ചെയ്യണ്ടെന്ന് എന്തൊക്കെ കേട്ടാലും ബാർഗെയിൻ ചെയ്യേ പാടില്ല. നമ്മളെ മൈൻഡ് സെറ്റ് അത് ബാധിക്കും വിചാരിച്ചിട്ട് ബാർഗെയിൻ ചെയ്യാതെ വാങ്ങിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ തിരിച്ച് അത് ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും. എന്തും ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ആരാ വലിയ മൈൻഡ് സെറ്റ്, ആന ചേന എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതിന് അവർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇത് കേൾക്കുന്ന സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം.